അമ്മേ പരിശുദ്ധ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ
ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ ദിവസങ്ങളെല്ലാം അതല്ലേ പറയണത്, ഈ ദിവസങ്ങളെല്ലാം ഒരേ കാര്യം തന്നെ പറയണത്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇതേ വിഷയം. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിനാണ് ഞാൻ പറയണത്, ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ സുഖവും സന്തോഷവും അവൻ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കാതെ അവൻ്റെ നിലപാടുകൾക്ക്, അവൻ്റെ അഭിരുചിയും നിരീക്ഷണവും ഒക്കെ നോക്കിയിട്ട് അവൻ്റെ വഴിക്ക് പോയല്ല. അവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ് അവസാനം നമ്മുടെ മനുഷ്യൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ വഴിക്ക് പോയി. പഴം തിന്നാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഫിഗറേറ്റീവായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ വചനം അവർ കേട്ടില്ല, അതിന് പകരം മനുഷ്യൻ്റെ വചനം അനുസരിച്ച് അവർ പോയി. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയും, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകുന്ന കാലം വരും. അതന്നെ ആദ്യ പാപം തന്നെയാണ്, താന്താങ്ങളുടെ വഴിക്ക്. അത് ആദ്യ പാപം റിപ്പീറ്റ് ചെയ്യണം, താന്താങ്ങളുടെ വഴിക്ക് പോകും. അത് എപ്പോഴും പോകത്തില്ല. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ വഴികളിൽ പോണത്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. അതായത് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പോണത്? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത ഒരു സമയം വരും. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരു കാലം എല്ലാവരുടെ ജീവിതത്തിലും വരും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രയോജനമുള്ള കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ആ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ദൈവം എപ്പോഴും എന്ത് ചെയ്യും? ടെസ്റ്റ് വെക്കും. പ്രയോജനം ഇല്ലാത്തൊരു കാലം ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത കുറേ കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രാർത്ഥന ഒന്നും കേൾക്കത്തില്ല, വേദന തന്നെയായിരിക്കും, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം അത് പ്രയോജനമില്ലാത്ത, ദൈവത്തെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തൊരു കാലമാണ്. അപ്പം നിങ്ങളൊക്കെ ഇല്ലല്ലേ ശരിയാവും. അപ്പം അമ്മ പറയും, മകനെ പ്രാർത്ഥിക്കും, ശരിയാകും മകനെ, ഈശോ വരും, കൃപാസനം മാതാവ് വരും. ഒരു മാതാവും വരത്തില്ല. ഞാൻ പറയത്തില്ല ഒരു മാതാവ് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾക്കൊരു ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും. ഈ പ്രയോജനമില്ലാത്ത കാലത്ത് നമ്മൾ എടുക്കുന്ന നിലപാടിലാണ് പ്രയോജനം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെടുത്ത മാർക്ക് വേലാകണത്. പീഡിയ പ്രയോജനം ഉള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാർക്കുണ്ടല്ലോ, അത് സർട്ടിഫിക്കറ്റ് കാരണമല്ല. മാർക്കുണ്ടായ പരീക്ഷ പേപ്പർ ഉണ്ടായിട്ട് കാര്യമില്ലേ. പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ 50 40 എഴുതി വെക്കും. പക്ഷെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ 4 ഒരു പൂജിയിടാൻ മറന്നു പോകും. മനസ്സിലായില്ല? അങ്ങനെ സംഭവിക്കും ചിലർക്ക്. അതുപോലെ തന്നെ നമ്മൾ പ്രയോജനമുള്ള കാലത്ത് നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അത് വാലിഡ് ആകണതും നമ്മുടെ ആത്മീയ സർട്ടിഫിക്കറ്റ് കയറണതും എപ്പോഴാണ്? പ്രയോജനം ഇല്ലാത്ത കാലത്ത്, ദൈവത്തെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത കാലത്ത് നമ്മളെടുത്ത നിലപാട് അനുസരിച്ചാണ് ഈ ക്യാരി ഓവർ വാലിഡ് ആകണത്. ഭയങ്കര ശ്രദ്ധിച്ച് നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ. അല്ല അഭ്യാസമൊന്നും നടക്കത്തില്ല.
അമ്മയെ പരിചയം, അപ്പനെ പരിചയം, സാറുമാരെ പരിചയം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ട് എപ്പോഴും കറക്റ്റായിരിക്കണം. എന്നാൽ പിന്നെ ദൈവം വിട്ടുപിരിയത്തില്ല. അതാണ് രസം. പിന്നെ വിട്ടുപിരിയത്തില്ല. നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിന് തോന്നണം ഇവൻ ഓക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ എന്താണ്, പിന്നെ നമ്മളെ വിട്ടുപിരിയത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളയും. പേര് കീർത്തി. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ കുഞ്ഞ്, ഇതെൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ അമ്മയാണ്. ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇവിടെ ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനുള്ളൊരു അവസരം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കുഞ്ഞ് 3 വയസ്സായിട്ട് ശേഷവും സംസാരിക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ് കൃപാസനത്തിലെ മാതാവിൻ്റെ രൂപ ആദ്യമായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അതിനുശേഷം ഇവിടെ ലീവിന് വന്ന സമയത്ത് ഇവിടെ വരികയും ഉടമ്പടി എടുക്കാൻ എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് മനസ്സിൽ തോന്നി. ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ ശരീരത്തിൽ തൂത്തായിരുന്നു എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അവൻ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങി. അമ്മാന്ന് പോലും വിളിക്കില്ലാത്ത കുഞ്ഞ് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങി, അംഗൻവാടി പോയി തുടങ്ങി. അവന് തന്ന അനുഗ്രഹത്തിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിലും എനിക്ക് അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തു. കാരണം എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ച് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 2 വട്ടം ട്രൈ ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതെന്നെക്കൊണ്ട് പറ്റില്ല, അമ്മ വിചാരിച്ചാൽ മാത്രമേ എനിക്കിത് പാസ്സാവാൻ പറ്റുള്ളൂ. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അതിനുശേഷം കാശുരൂപം കൈ മുറുകെ പിടിച്ച് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷവും ഞാൻ 1 വട്ടം കൂടി ട്രൈ ചെയ്തു. പക്ഷേ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ പിന്നെയും ഫെയിലായി. ആ സമയത്ത് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇല്ല, അമ്മ എനിക്ക് വേറെ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞാൻ മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ ലീവിന് നാട്ടിൽ വന്നു. ഇവിടെ വന്നൊരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഞാൻ ബൈബിള് പോലും വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ ബൈബിള് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് 21 ഡേറ്റാണ് കിട്ടിയത്. ആ ഡേറ്റിന് ഞാൻ എക്സാം ബുക്ക് ചെയ്ത് എനിക്ക് ചെന്നൈയിലായിരുന്നു എക്സാം സെൻറ്റർ കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് തന്നെയായിരുന്നു ഒമാനിലെ ഒരു എക്സാമിൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ അതും അറ്റൻഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം കുഞ്ഞിനെയും കൂടെ കൊണ്ടാവുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ആദ്യം ബാംഗ്ലൂർ പോയി ഒമാൻ്റെ എക്സാം എഴുതാനായിട്ട്. പക്ഷേ അത് ട്രൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല. കിട്ടിയാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി നീ ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത്, 1 പ്രാവശ്യം കൂടെ നിനക്ക് ചാൻസ് ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ ചെന്നൈ ചെന്നു. അവിടെ ചെന്ന് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. കാശുരൂപം മുറുകെ പിടിച്ച് എക്സാം എഴുതി. എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചിരിയെങ്കിലും വിശ്വാസമുള്ള എൻ്റെ ഹസ്ബൻഡിന് ആ വിശ്വാസവും കൂടെ പോവരുത്. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് താഴെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേന് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതിനുശേഷം പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ദുബായിലോട്ട് ഒരു ജോലിക്ക് വേണ്ടി പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഒത്തിരി പൈസ മുടക്കി പോയി. പക്ഷെ അവിടെ ചെന്നിട്ടാണെങ്കിലും വിചാരിച്ച രീതിയിൽ നല്ലൊരു ജോലിയും ആയിരുന്നില്ല. അക്കോമഡേഷനും ശരിയല്ല, ഫുഡും ഇല്ല, ശമ്പളവും കറക്റ്റായിട്ടില്ല. കിട്ടുന്ന ശമ്പളം ദുബായിലോട്ടും വീട്ടിലോട്ടും അയച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ആ സമയത്ത് അമ്മ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ജപമാല പോലും ചൊല്ലാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യം പഠിച്ചത്. ഞാൻ 1 മണിക്കും 3 മണിക്കും എഴുന്നേറ്റിരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി.
എൻ്റെ അന്നേരമാണ് അപ്പോഴാണെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് ഹസ്ബൻഡിനെ സഹായിക്കാൻ തുടങ്ങി. അതിനുശേഷം പുള്ളി നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടാണെങ്കിലും ഇവിടെ വന്ന ശേഷം പഴയ കമ്പനിയിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ ജോലിക്ക് കയറാൻ സാധിച്ചു. പിന്നെ ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കിലാണെങ്കിൽ പോലും എനിക്ക് ജോലി ചെയ്യുന്ന കൂടെയുള്ള കോവർക്കേഴ്സുമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. റിസൈൻ വെക്കേണ്ട അവസ്ഥ വരെ വന്നു. എനിക്കറിയാം ഞാൻ റിസൈൻ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. കാരണം എൻ്റെ ശമ്പളം നാട്ടിലെത്തിയില്ലെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് എനിക്ക് മുന്നോട്ടൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഞാൻ റിസൈൻ വെച്ചു. വിസ തീരാൻ 3 മാസമേ സമയമുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അമ്മ എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചു തരും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ റിസൈൻ വെച്ചത്. റിസൈൻ വെച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ 2-3 ക്ലിനിക്കുകളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയടത്തെല്ലാം ഞാൻ ജപമാല ചൊല്ലി പോയത്. ചെന്ന് പോയ ക്ലിനിക്കിൽ കൂടെ എല്ലാം എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളത്തിൽ അവരെടുക്കാൻ റെഡി ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ജപമാല റാലി പങ്കെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നാട്ടിൽ വരാൻ പറ്റത്തില്ല, എനിക്ക് റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യണം. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനുമായിട്ട് പ്രശ്നമുണ്ടായ ഡോക്ടറെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ അച്ഛൻ്റെ ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു 44 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു. അച്ഛനൊരു ധ്യാനത്തിലൊരു അടയാളം പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു കെ എന്ന് പറഞ്ഞൊരു ലെറ്റർ കാണിക്കുന്നുണ്ട്, അതൊരാളുടെ പേരാണോ സ്ഥലമാണോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു. ഞാൻ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചു അത് എന്നെപ്പറ്റി തന്നെയാണ് അച്ഛൻ പറഞ്ഞത് എന്നുള്ളത് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ 44 ദിവസം കംപ്ലീറ്റ് ആയില്ല. അതിന് മുമ്പ് ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്ന് എന്നോട് സംസാരിച്ചു. ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇവിടെ വന്നു. ഞാൻ റാലിയിൽ പങ്കെടുത്തു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എക്സാം പാസ്സായി. ഞാൻ അവിടെ ലൈസൻസിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മെഡിക്കൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും കാണത്തില്ലായിരുന്നു. കാരണം അവിടെ എഴുതി വെച്ചേക്കുന്ന പലതും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കാണത്തില്ല, ഞാൻ പറയണമൊന്നും നിങ്ങൾ വായിക്കുന്നില്ല. കാരണം എനിക്ക് അകലെയുള്ള കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് അന്നേരമാണ് ബോധ്യപ്പെട്ടത്. എൻ്റെ കണ്ണിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അന്നേരമാണ് ബോധ്യപ്പെട്ടത്. ആ സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ എത്തി എക്സാം പാസ്സായത് എങ്ങനെയാണെന്ന് എനിക്കും മാതാവിനും മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പെടുത്ത് ആരും കാണാതെ ടേബിളിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ആൾ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ സൈൻ ചെയ്ത് തരുവാണ് എന്നും പറഞ്ഞ് എനിക്ക് ലൈസൻസായി. പിന്നെ വേറൊരു അനുഗ്രഹത്തിൻ്റെ കാര്യം പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ താരൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കൂടി വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ തലയിൽ തന്നെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പൂർണ്ണമായിട്ടത് മാറി സൗഖ്യപ്പെട്ടു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വരുന്ന സമയത്ത് പത്രം മേടിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൂടെയും ഓട്ടോ സ്റ്റാൻഡിൽ കൂടെയും റെയിൽവേ സ്റ്റേഷനിൽ കൂടെയും എല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെ വെച്ച് ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം, അത് ആർക്കെങ്കിലും സഹായമുള്ള അക്കൗണ്ട് ത്രൂ ആണ് ഞാൻ പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ വേറൊരു സാക്ഷ്യവും കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സാം പാസ്സായത് ഇത്ര കഷ്ടപ്പെട്ട ആ സമയത്ത് ഞാൻ തിരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ, നമുക്കറിയാവുന്ന കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ അവിടെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി വേക്കൻസി വല്ലതും ഉണ്ടോയെന്ന്. അവരെനിക്ക് പാർട്ട് ടൈമായിട്ട് അവർ ട്യൂട്ടറിൻ്റെ ഒരു വേക്കൻസി എനിക്ക് തന്നു. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി പറ്റുന്ന സമയത്ത്. അന്നേരം ഞാൻ ക്ലാസ് എടുത്ത കുട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സായി. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലായിരുന്നു അത് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ വിചാരിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ അമ്പൂരിയിൽ നിന്നും വരികയാണ്. ഞാൻ 2024
ജൂലൈ മാസം 22-ാം തീയതി ഞാനിവിടെ ഉടമ്പടി എടുത്തു ആദ്യമായി. അത് കഴിഞ്ഞ് അതിന് മുമ്പായിട്ട് ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കായിരുന്നു. അമ്മയെ പരിചയപ്പെട്ടതും ടോക്ക് കേട്ടതും പിന്നെ എനിക്ക് അസുഖത്തിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയതും എന്നെ സഹായിച്ചതും എൻ്റെ തിരുകുമാരനും പിന്നെ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം BP ജോസഫ് അച്ഛൻ ഈ കാരണം പറഞ്ഞു തന്നതിലാണ് ഞാനിന്ന് ജീവനോടെ ഉള്ളത്. എൻ്റെ വയറാണെങ്കിൽ വീർത്ത് കെട്ടി വലിയൊരു നീരും പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയിട്ടില്ല, എന്നെ കൊണ്ടുപോകാനും ആരും ഇല്ലായിരുന്നു. അന്നേരം ഈ ടോക്കിൽ കൂടെ ഞാൻ കേൾക്കായിരുന്നു, ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ആ സ്ത്രീ ഇവിടെ വന്ന് സാക്ഷ്യം പറയും എന്ന് അച്ഛൻ BP ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി. അത് കേട്ടിട്ട് എൻ്റെ വയറ്റിനകത്തുണ്ടായ സംഭവം എനിക്ക് അറിയിച്ച് തന്നതാണ്. അത് കാരണം ഞാൻ ആശുപത്രിയിൽ പോയി നോക്കണം എന്ന് ഓർത്ത് ആശുപത്രിയിൽ പോയപ്പോഴത്തേനും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നത് കാരണമാണ് ഞാൻ ആശുപത്രിയിൽ പോയതിന് ശേഷം സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാൻ എടുത്തപ്പോൾ 2 സൈഡും എനിക്ക് വെള്ളം കെട്ടിക്കിടന്ന് 5.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴ പോലെയുള്ള വെള്ളക്കെട്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് 6 മാസം മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് സുഖമായി. അമ്മ മാതാവിൻ്റെ ഉപ്പും എപ്പോഴും നാക്കിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. പിന്നെ ഞാൻ വയറുവേദന വരുമ്പം തേന് കുടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പല പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഔഷധ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് എനിക്ക് നല്ല സുഖമായി. അതിലുപരിയായിട്ട് എൻ്റെ മരുമകൾ ഗർഭിണിയായിരുന്നു. അവൾക്ക് ഗർഭിണിയാണെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ബ്ലീഡിങ് ആയപ്പോൾ അത് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ക്യാൻസർ രോഗമായിരുന്നെന്ന്. 2nd സ്റ്റേജ് ആയിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് സുഖം കിട്ടി. അവൾ ഇന്ന് 10 ഹീമോ കഴിഞ്ഞ് നല്ല വിധത്തിൽ കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ഇന്ന് ഗർഭിണിയായി 4 മാസമായി. അമ്മയും തിരുകുമാരനും നല്ലൊരു സൽസന്താനത്തിനെ എൻ്റെ കുടുംബത്തിലോട്ട് തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഞാൻ ഉടമ്പടി എടുത്ത 6-ാം ദിവസം ഒരു വലിയൊരു ഹൈറ്റുള്ള തെങ്ങിന് ഒരു വലിയ തേങ്ങ, ഞാൻ ഇങ്ങനെ വിറക് കുനിഞ്ഞെടുത്തപ്പോഴത്തേനും എൻ്റെ നടുവിനൊരു തേങ്ങ വന്നു വീണ് തെറിച്ച് റോഡിലോട്ട് പോയി. എന്നാൽ എനിക്ക് തോന്നിയത് അതൊരു വിറക് കഷ്ണം വന്ന് വീണതുപോലെയാണ് തോന്നിയത്. ഞാൻ ഓടിച്ചെന്ന് അമ്മേരെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടുകയുണ്ടായി. അന്ന് വൈകിട്ട് തന്നെ എൻ്റെ വേദനയെല്ലാം മാറി. അവിടെ ഒരു പാടോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയും അമ്മയും തിരുകുമാരനും എന്നെ സഹായിച്ചു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതേപോലെ ഉണ്ടായി. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലെ കുട്ടിയായിരുന്നു. എനിക്ക് എണീക്കാൻ രാവിലെ മടിയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കണം. ഇവിടെ വന്ന് ആദ്യം ഉടമ്പടിയിൽ വെച്ചത്, അമ്മേ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരണേ എന്നുള്ള കാര്യമായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ 1-2 ദിവസം ഞാൻ മടി കാണിച്ചപ്പോൾ എന്നെ 4:45 മണി കൃത്യസമയത്തിന് പതിഞ്ഞ സ്വരത്തിലൊരു അമ്മ വന്ന് വിളിക്കുമായിരുന്നു. ജനലിൻ്റെ അടുത്ത് വന്ന് വീട്ടിൻ്റെ മറസൈഡിൽ നിന്നിട്ടാണ് വിളിക്കൽ. ഗീതേ ഗീതേ എന്നുള്ള വിളി 3 ദിവസം ഞാൻ കേട്ടു. അപ്പം ഞാൻ ഓടിച്ചെന്ന് അമ്മയെ നോക്കുമായിരുന്നു. ഇതാരാണ്, ഈ അമ്മയുടെ സ്വരം അല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അമ്മയെ ചെന്ന് നോക്കുമ്പോൾ അമ്മ ഭയങ്കര ഉറക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കൃപാസന മാതാവാണ് ഈ വന്നിട്ടുള്ളത് എന്നെ വിളിച്ചതെന്നും. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പ്രാർത്ഥന ചൊല്ലുകയും എനിക്ക് മടി കൂടാതെ എണീക്കുകയും ഈ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടെയും വൈകുന്നേരത്ത് ഞാൻ ജപമാല ചൊല്ലുകയും കൃത്യമായിട്ടും ചെയ്ത് എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ഈശോയും മാതാവും എനിക്ക് ഒരുക്കി തന്ന അനുഭവങ്ങളെപ്പറ്റി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പിന്നെ ഇനി ഒരു സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് പാറശാല ആശുപത്രിയിൽ 2 പ്രാവശ്യം ഞാൻ ഒരു ദിവസം 25 ആൾക്കാരേക്ക് ചോറ് പൊതി കെട്ടുകയും അവർക്ക് കൊടുത്തിട്ട് അന്ന് തികയില്ലായിരുന്നു. അടുത്ത് വീണ്ടും ഞാൻ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചോറ് വാങ്ങിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ബ്ലഡ് അടയ്ക്കാൻ പൈസ
പൈസ ഇല്ല കൊച്ചേ, എനിക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന്. ഞാൻ അവർക്ക് ബ്ലഡ് അടയ്ക്കാൻ വേണ്ടി പൈസ കൊടുത്തു. അതേപോലെ പിന്നെയും ഒരു ദിവസം പോയപ്പോൾ ചോറില്ലാതെ പ്രസവിച്ചിട്ട് കഷ്ടപ്പെട്ട് ചോറ് കഴിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ ഇരുന്ന് വിശന്നപ്പോൾ അവരുടെ കുടുംബക്കാർക്ക് മൊത്തം എല്ലാവർക്കും ചോറ് വാങ്ങാൻ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കുകയും, പിന്നെ ഏത് രോഗികളെ കണ്ടാലും ഏത് വയസ്സായ അച്ഛനെയും അമ്മയും കണ്ടാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയും സഹായിക്കുകയും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യും. പിന്നെ 4 വർഷമായിട്ട് ഞാനൊരു അമ്മയെ നോക്കുകയാണ്. അമ്മയുടെ കാലിൽ വീണിട്ട് കമ്പിയിട്ട് നടക്കാൻ പറ്റാത്ത വിധമാണ്. അന്നേരം അമ്മയ്ക്ക് സഹായിയായിട്ട് അവരെ മൂത്രം എടുക്കുകയും പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയും എല്ലാവിധ സഹായവും ഞാൻ ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പിന്നെ അവരുടെ സഹായിയായി നിൽക്കുകയാണ്. അങ്ങനെ എനിക്ക് അവരുടെ കുടുംബക്കാരും അവരും എല്ലാം എനിക്ക് വലിയ സന്തോഷം തന്നു. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായിട്ട് സ്നേഹത്തോട് പെരുമാറാനും ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. എനിക്ക് സഹതാപമാണ് ഇപ്പോൾ ആൾക്കാരോട്. ഞാൻ സ്നേഹമായി പെരുമാറുകയും ഞാൻ സന്തോഷവതിയായിരിക്കുകയും എല്ലാ കാര്യത്തിലും ഞാനിപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ അപേക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് ലോകത്തുള്ള മനുഷ്യരായാലും എവിടെയുള്ള മനുഷ്യരായാലും നമ്മുടെ തിരുക്കുമാരനെയും നമ്മുടെ അമ്മ മാതാവിനെയും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു മനുഷ്യനെയും അമ്മ മാതാവും തിരുക്കുമാരനും വെറുതെ വിടുകയില്ല. എൻ്റെ ഉറച്ച വിശ്വാസമാണ്, സത്യമാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. സമയക്കുറവാണ്. അപ്പോൾ ഈ വന്നുകൂടിയ എല്ലാ മനുഷ്യർക്കും നന്മയ്ക്ക് വേണ്ടിയും അസുഖത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്യാൻസർ സെൻറ്ററിലും എല്ലാ ആശുപത്രികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുടുംബക്കാരയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് എനിക്ക് സന്തോഷവും സമാധാനവും തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി പറയുന്നു. എനിക്ക് സന്തോഷമാണ്. ഞാൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ദിവ്യ. ഞാൻ ആലുവ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 29/8/2022 ഞാൻ 2018 തുടങ്ങി വിദേശത്ത് പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ എനിക്ക് 2018 ഇന്ത്യയിൽ പോകാൻ പറ്റിയില്ല. ഞാൻ ഡിപ്ലോമ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിടെക്കിന് ജോയിൻ ചെയ്തു. ബിടെക്ക് ഞാൻ 3rd സെമസ്റ്ററിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ ആദ്യം കയറുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് എക്സാമിന് പോകുന്ന സമയത്തൊക്കെ മാതാവിൻ്റെ കാഴ്ചരൂപവും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും വെച്ച് കുരിശ് വെച്ചിട്ടാണ് വിടുന്നത്. അങ്ങനെ ഞാൻ എഴുതിയ എല്ലാ എക്സാമും ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് ഒരു സപ്ലിയും വന്നിട്ടില്ല. ഞാൻ ബിടെക്ക് ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് പാസ്സായത്. 2022 ഞാൻ വീണ്ടും എൻ്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്താണ് എൻ്റെ ഭവനത്തിലുള്ള 2 പേര്, എൻ്റെ സിസ്റ്റർ, ഒരാളടുത്ത് നിൽക്കുന്നത് ധന്യ, അവർ 2 പേരും UK പോകണമെന്നുള്ള ആഗ്രഹം പറയുന്നത്. അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചിയും ഇവളും 6 മാസത്തെ ഗ്യാപ്പിൽ 2 പേരും UK പോയി. അപ്പോൾ എനിക്ക് ഇനി അറിയില്ല, അതായത് ഞാൻ ഇനി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു മോഹം അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു. എനിക്ക് നിരാശ ഉണ്ടായിരുന്നില്ല. അന്ന് ഉടമ്പടി പുതുക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും 2025 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അത് US നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കി, മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ആ സമയത്താണ് US നിയമങ്ങൾ ഫുള്ള് മാറുന്നത്. നമുക്ക് കമ്പനിയിൽ നിന്ന് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ വെച്ച ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ തിരിച്ചയച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടായി, വീണ്ടും ഓക്കെ സമയം ഇനിയുണ്ട്, നമുക്ക് മാസ്റ്റർ ഡിഗ്രി ചെയ്യാം. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമാണ് ഡാറ്റ സയൻസ്. അത് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അതെനിക്ക് നാട്ടിൽ പഠിക്കേണ്ട, പുറത്ത് തന്നെ പോയി പഠിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ഞാൻ കൺട്രി കാര്യങ്ങൾ നോക്കി. അങ്ങനെ ഒരു യൂറോപ്യൻ രാജ്യമാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെറിറ്റ് ഭയങ്കര കൂടുതലാണ്.
പക്ഷേ അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മെറിറ്റിൽ ആശ്രയിക്കരുത്, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമേ ആശ്രയിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മാതാവിനോട് പറയും, മാതാവേ എൻ്റെ മെറിറ്റ് നോക്കി എനിക്കൊന്നും തരരുത്, ദൈവത്തിൻ്റെ കൃപ മാത്രം മതി എനിക്ക്. അങ്ങനെ എൻ്റെ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ വെരിഫിക്കേഷനൊക്കെ നടന്നു. അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 8 മാസത്തോളം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ഒരു 3 മാസം കടന്നുപോയി. പിന്നെ എനിക്കറിയാൻ പറ്റി ഒരു 4 മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓഫർ ലെറ്റർ വരും. പക്ഷേ എനിക്ക് ഓഫർ ലെറ്ററുകൾ വരുന്നില്ല. എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ വേറൊരു ഏജൻസിനെ ആയിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അവർ പറഞ്ഞ ഒരു കൺട്രിയിലേക്ക് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പുറത്തു നിന്നുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് എത്രമാത്രം നല്ലതായിരിക്കണമെന്ന്. നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ സംസാരിക്കുന്ന ഒരു ഭാഷ നമുക്ക് മനസ്സിലാവണം, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണം. അങ്ങനെ ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടമ്പടി തൈലം വെച്ച് ഞാൻ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നത്, ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷം ഒരു ലേഡി ആയിരുന്നു. അവരെന്നോട് പറഞ്ഞു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ല. അങ്ങനെ അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ ഓഫീസിലിരിക്കുന്നതാണ്. പിറ്റേ ദിവസം എനിക്ക് കോള് വരികയാണ് ഏജൻസിയിൽ നിന്ന്, ദിവ്യ നീ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഫീസ് അടയ്ക്കണം. ഒരു 5 ലക്ഷം രൂപയോളം നമ്മൾ ഫീസ് അടയ്ക്കണം ഫസ്റ്റ് ഇയറിലേക്ക്. അപ്പോൾ പിന്നെയും എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം. അതായത് ഞാൻ ആദ്യം ഒരു രാജ്യത്തേക്ക് വെച്ചേക്കുന്നു, ഈ രണ്ടാമത്തെ രാജ്യം എനിക്ക് ഉള്ളതാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഈ പുറത്ത് എനിക്ക് കസിൻസൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അവർക്കാർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു ഓഫർ ലെറ്റർ കളയാന്നുള്ളത് ഒരു മണ്ടത്തരമായിട്ടുള്ള തീരുമാനമാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് മാതാവിനോട് ചോദിച്ചിട്ട് ആ ഓഫർ ലെറ്റർ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്ന് ആ ഓഫർ ലെറ്റർ വേണ്ടാന്ന് പറഞ്ഞു, പിറ്റേ ദിവസം തുടങ്ങി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഓസ്ട്രിയയാണ്. അവിടത്തുള്ള ഒട്ടുമിക്ക ടോപ്പ് റാങ്കിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓഫർ ലെറ്ററുകളുടെ ഒരു പെരുമഴയാണ്. അതായത് ഞാൻ തന്നെ കൺഫ്യൂസായി പോണെയാണ്, ഞാൻ ഏത് കോളേജ് ചൂസ് ചെയ്യും, ഏത് കോഴ്സ് എടുക്കും. ഇത് എല്ലാ കോഴ്സും എനിക്ക് ചേർന്ന് തന്നെയാണല്ലോ. അങ്ങനെ ഞാനൊരു കോളേജ് ചൂസ് ചെയ്തു. അത് ഓസ്ട്രേലിയയിലെ തന്നെ 2ാമത്തെ ലാർജസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാസ്. അഡ്മിഷൻ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പോകണമെങ്കിൽ ഒരു RP അപ്പോയിൻമെൻറ്റ് കിട്ടണം. അതായത് അവിടെ നമുക്ക് ഒരു റെസിഡൻറ്റ് പെർമിറ്റിനുള്ള അപേക്ഷ നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം വിസയ്ക്ക് വെക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകണമെന്നാണ് ആഗ്രഹിച്ചത്. ഞാൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ എനിക്ക് RP അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഒക്ടോബർ 29-നാണ്. ഡൽഹി എംബസിയിൽ പോകണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ നമുക്ക് IELTS വേണം. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ IELTS എടുത്തെങ്കിലും എൻ്റെ IELTSൻ്റെ സ്കോർ നോക്കാണ്ട് അവർ MOA ആണ് എടുത്തത്. അതായത് നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു. പക്ഷേ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എൻ്റെ 5ാമത്തെ ഉടമ്പടി തീർന്നു. ഞാൻ 6ാമത്തെ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഡൽഹി പോണേക്കാളും മുൻപ് ഞാൻ 6ാമത്തെ ഉടമ്പടി പുതുക്കി. ഇവിടെ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഈ പ്രോസസ്സൊക്കെ നടത്തുന്നത് മാതാവാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ഫിസിക്കലായിട്ടൊരു അനുഭവം തരണേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി താഴ്ത്ത് വന്ന സമയത്ത് അന്നത്തെ ഉടമ്പടിയിൽ മാതാവിനെ വഹിച്ചുകൊണ്ട് പ്രദർശനത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ എനിക്ക് ഉറപ്പായി എൻ്റെ കൂടെ മാതാവുണ്ടെന്ന്. അങ്ങനെ ഒക്ടോബർ 28-ാം തീയതി ഞാൻ ഡൽഹിക്ക് പോയപ്പോഴും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതായത് പുതിയ ഒരു രാജ്യത്തേക്ക് പോവാണ്, എൻ്റെ കൂടെ പഠിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിൻ്റെ നമ്പർ 6 എന്നുള്ളത് ഞാൻ പലതരം കുട്ടികളുടെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയ ഫ്ലൈറ്റിൻ്റെ നമ്പർ 6ആണ്, ഞാൻ ചെന്ന കൗണ്ടറിൻ്റെ നമ്പർ 6ആണ്. അങ്ങനെ എല്ലാം 6 കൊണ്ടുള്ള മഴയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ ഒട്ടും പേടിക്കേണ്ടെന്ന്. അങ്ങനെ ഞാൻ ഡൽഹി പോയപ്പോൾ എനിക്ക് എൻ്റെ സെയിം യൂണിവേഴ്സിറ്റിയിൽ സെയിം കോഴ്സ് പഠിക്കുന്ന 2 കുട്ടികളെ കാണാനായിട്ട് സാധിച്ചു. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞാൻ എൻ്റെ RP അപ്പോയിൻമെൻറ്റിന് വെച്ചു. RPക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരാൾക്ക് RP കിട്ടാനായിട്ട് എടുക്കുന്ന സമയം
2 മാസമാണ്. പക്ഷേ ഞാൻ RPക്ക് വെച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ RP എൻ്റെ കയ്യിൽ കിട്ടി. ഈ RP കിട്ടുന്ന ദിവസം ഒരു 6-ാം ദിവസമാണ് ഞാൻ വെച്ചിട്ടുള്ളതിൻ്റെ. അന്നേരം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ റൂം ഫുള്ളൊരു നീല കളറായി, മാതാവിൻ്റെ രൂപം ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങി വരിക. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്താ സംഭവം, ഭയങ്കരമായിട്ട് നീല കളർ കാണുകയാണെന്നല്ലോ. ഒരു സെക്കൻഡിലേക്ക് അത് ഉണ്ടായുള്ളൂ. അതിനുശേഷം എൻ്റെ കൊന്തയൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിവ്യ നിൻ്റെ RP അപ്രൂവൽ ആയിട്ടുണ്ട്. ഇത് മനുഷ്യ ചിന്തയിൽ നോക്കുമ്പോൾ ഒട്ടും നടക്കാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ RPക്ക് വെച്ചിരിക്കുന്ന ഒരാൾക്ക് RP കിട്ടാനായിട്ട് എടുക്കുന്ന സമയം 2 മാസമാണ്. എനിക്കത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടി. അതിനുശേഷം അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസയ്ക്ക് വെക്കണം. അപ്പോൾ 6-ാം ദിവസം എനിക്ക് RP കിട്ടി. നെക്സ്റ്റ് ദിവസം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വിസയ്ക്ക് VFS ഓഫീസിലേക്ക് പോയി. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കുമ്പോഴും എനിക്ക് VFS ഓഫീസിൽ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇവിടെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വേണം, അതെനിക്ക് അറിയാൻ പറ്റണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചെല്ലുന്ന സമയത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് ഒരു ലേഡി സ്റ്റാഫായിരുന്നു. ആൾ ഭയങ്കര കാമൻ ക്വൈറ്റ് ആൻഡ് കൂളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ വിസയ്ക്ക് വെച്ചു. അവരെന്നോട് പറഞ്ഞു, നോർമൽ ഒരാൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 15 ദിവസമാണ്. 15 ദിവസത്തിന് മേലെ വിസ പോവുകയാണെങ്കിൽ അതിനർത്ഥം റിജക്ഷൻ വന്നു എന്നാണ്. അങ്ങനെ 6-ാം ദിവസം ഞാൻ വിസയ്ക്ക് വെച്ചു. കൃത്യം 6-ാം ദിവസം എനിക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിനുശേഷം ഒരു ശനിയാഴ്ച, അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച എനിക്ക് എൻ്റെ വിസ കിട്ടി. വിസയ്ക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ വിസയ്ക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വിസയ്ക്ക് വെച്ചത്. പലരും എന്നോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, റിജക്ഷൻ ആയാൽ എന്ത് ചെയ്യും? പക്ഷേ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. എൻ്റെ വിസ എനിക്ക് അപ്രൂവലായിട്ട് വന്നു. വരുന്ന മാസം ഡിസംബർ 31 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് മേടിച്ച പത്രങ്ങൾ നമ്മൾ പള്ളികൾ, അതായത് എൻ്റെ പള്ളിയിലല്ല, അതിന് ദൂരെയുള്ള പള്ളികളിലേക്ക് പോയിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ വൃദ്ധസദനങ്ങളിലെ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയൊക്കെ കാണാൻ പോകുമായിരുന്നു. പിന്നെ അർഹതപ്പെട്ടവർക്ക്, വേദനിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെയുള്ള 3 പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥനകൾ മുടക്കത്തില്ലായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം, ഇപ്പം എനിക്ക് എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ വചനത്തിലൂടെ മാതാവ് സംസാരിക്കുമായിരുന്നു. അങ്ങനെയെല്ലാമായിരുന്നു എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞാനിവിടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയിലേക്കുള്ള, അവിടുത്തെ ലാംഗ്വേജ് ജർമ്മനാണ്, ജർമ്മൻ പത്രം മേടിച്ചിട്ടാണ് പോകുന്നത്. അവിടെയും എനിക്ക് മാതാവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സന്നിധിയിൽ, ദൈവമാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെനി ഉദയകുമാർ. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചതാണ്, എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തോടെ ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉദയകുമാർ, എനിക്കൊരു മകളാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങളിവിടെ വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലൊരു ഹോസ്പിറ്റൽ, ഡെൻ്റൽ ഹോസ്പിറ്റൽ HR മാനേജറായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ 17 വർഷത്തോളമായി ഞങ്ങൾ അവിടെ തന്നെയാണ്. എൻ്റെ മകളെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നാട്ടിൽ ഒരു ഡിഗ്രി കോഴ്സിന് ചേർത്തിരിക്കുകയാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാവരെ പോലെയും ഞാനും അടിച്ചുപൊളി ജീവിതവുമായി നടന്ന ഒരു വ്യക്തിയാണ്. അതിന് മെയിൻ കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിച്ച വീട്ടിലും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. അതിനാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് തീരെ കുറവായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാനെപ്പോഴും യൂട്യൂബിൽ ഹിന്ദി പാട്ടുകളും മൂവികളും കണ്ടുകൊണ്ട് അടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് മാറി മറിയുമെന്നുള്ളത്. ഞാൻ ഉയർന്ന ഗ്രാഫിൽ നിന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ ഗ്രാഫ് താഴേക്ക് വീഴാൻ തുടങ്ങി. 2020 കൊറോണ സംഭവിക്കുന്ന വർഷം മുതലാണ് എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്. 2020 ഞാൻ നാട്ടിലൊരു വീട് മേടിക്കുകയായിരുന്നു. ആ വീട് മേടിച്ചെന്ന് വെച്ചാൽ നല്ലൊരു പൈസയ്ക്ക് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീട് മേടിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു.
അവിടെ ചെന്നൊരു 5 ദിവസം കഴിയുമ്പോഴാണ് കൊറോണ ലോക്ക്ഡൗൺ ആകുന്നത്. നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടേണ്ടതായിട്ട് വന്നു. വലിയ ഒരു റെൻ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മാസങ്ങളോളം റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ കടങ്ങൾ കയറി ബിസിനസ്സിൽ വലിയ തകർച്ചയുണ്ടായി. എനിക്ക് നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാളുടെ ശമ്പളത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 2020 അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിക്കുന്നു, അറ്റാക്കായി. അതിനുശേഷം പെതുക്കെ എനിക്ക് തോന്നിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഹിന്ദു പ്രാർത്ഥനകൾ അധികം അറിയില്ലായിരുന്നു. കാരണം ഞാൻ പുറത്ത് ജീവിച്ച് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ക്രിസ്തീയ ഭക്തിഗാനത്തോടായിരുന്നു എന്നും ആരാധനയും, കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നതും. അങ്ങനെ ഞാൻ ഹിന്ദു പ്രാർത്ഥനയിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 2022 എൻ്റെ ഫാദർ, എൻ്റെ വലം കൈയായിരുന്ന എൻ്റെ പപ്പ ഇതുപോലെ അറ്റാക്കായി മരിക്കുന്നു. അതും എൻ്റെ രണ്ടാമത്തെ തിരിച്ചടിയായി. ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ സ്വന്തമായി ഒരു IT ബിസിനസ് നടത്തുന്ന ആളുകളായിരുന്നു. ഭർത്താവും ഭാര്യയും IT ബിസിനസ്. അവർക്കും വലിയൊരു തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ അവർക്കും എനിക്കോ കഴിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ ബാധ്യതയിലായി. നാട്ടിലുണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്നുണ്ടായിരുന്ന പൈസകളെല്ലാം ഞങ്ങൾ അവിടേക്ക് വലിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 എൻ്റെ ഹോസ്പിറ്റൽ, ഞാനൊരു HR മാനേജർ എന്ന ലെവലിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാ ലീഡിങ് പൊസിഷനും ചെയ്ത് ജീവിക്കണമായിരുന്നു. 2023 എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഗവൺമെൻറ് അക്രഡിറ്റേഷൻ എന്ന വർക്കിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങി. അതിൽ വൻ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോട്ടിവേഷനായിരുന്നു. കാരണം ഞാനത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന് വലിയ തകർച്ചയുണ്ടാകും. അങ്ങനെ ഞാൻ 2023 അതിനുവേണ്ടി 8 മാസത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൽ എനിക്കുണ്ടായ സ്ട്രെസ്സും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ഓവറോൾ പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. ഞാനൊരു സ്പോണ്ടലൈറ്റിസ് പേഷ്യൻ്റാണ്. സിവിയർ ഹെഡേക്കും, പെടലിക്ക് മുമ്പിൽ തല നിൽക്കില്ല, കിടന്നാൽ പോലും എനിക്ക് തല നിവർത്തി വെക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. എൻ്റെ ബാഗിൽ എപ്പോഴും പെയിൻ കില്ലറായിരുന്നു. ഓവർ ഡോസേജ് ഓഫ് പെയിൻ കില്ലർ കാരണം എൻ്റെ മുട്ടിന് താഴേക്ക് കറുപ്പ് നിറം വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ 2023 ഞാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരു സ്റ്റാഫ്, ഞാനായിട്ടെടുത്ത ഒരു സ്റ്റാഫാണ്. ഞാൻ ജോലിക്ക് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു കൊന്ത ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ കൊന്ത? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവാണ്. അപ്പോഴും എനിക്ക് കൃപാസന മാതാവിനെ പറ്റി അധികം കേട്ടിട്ടില്ല. അതിന് തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഒരു റിലേറ്റീവ് ഈ കൃപാസന ഇവിടെ വരികയും ഇതിനെതിരെ നെഗറ്റീവ് പോസ്റ്റ് ഇടുകയും ചെയ്തു FBയിൽ. അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, വന്ദിച്ചില്ലെങ്കിലും ആരെയും നിന്ദിക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് നിൻ്റെ ബന്ധു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആർക്കെതിരെയാണ്? അപ്പോൾ പറഞ്ഞു, കൃപാസനം. ഞാൻ ചോദിച്ചു, എന്താണ് കൃപാസനം? അത് ചേർത്തലയിലുള്ളൊരു പള്ളിയാണ്. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അതിന് പുറകെ പോയില്ല. പക്ഷെ ഞാൻ ഈ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുക്കൽ വരികയും എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവിൻ്റെ കൊന്തയാണ്, മാഡത്തിന് ഞാനൊരു സാധനം തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പത്രമാണ് എനിക്കെടുത്ത് കയ്യിലേക്ക് തരുന്നത്. അന്ന് ആ പത്രം മേടിക്കുമ്പോഴും അതിനെന്ത് പ്രാധാന്യമുണ്ടെന്നറിയാതെ ഞാനത് കൊണ്ട് എൻ്റെ ദൈവങ്ങളുടെ അടുക്ക കൊണ്ടുവച്ചു. അത്രമാത്രം ഒരു ബോധം ഉണ്ടായിരുന്നു അത് അവിടെ വെക്കാവൂ എന്നുള്ളത്. അവിടെ വെച്ചു, വായിക്കാതെ. അതിനുശേഷം യാദൃശ്ചികമായി യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ യൂട്യൂബ് തുറന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാത്ത ഞാൻ എങ്ങനെ ഇത് കണ്ടു എന്നുള്ളത്. അച്ഛൻ്റെ പ്രസംഗം കേട്ട പുറകെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഞാൻ ഇതിലേക്ക് എന്താണ് കൃപാസനം എന്ന് കണ്ടു തുടങ്ങി, കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്റ്റാഫിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിൽ വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നോട് പറഞ്ഞു, ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്യ്. അത് എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ സഹോദരനുണ്ടായ പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഞാൻ ഈ പങ്കെടുക്കുന്ന ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൽ വിജയിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കറിയില്ല ലൈറ്റ് എ ക്യാൻഡിൽ ചെയ്തിട്ട് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എങ്ങനെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അതെനിക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. അന്നേരവും പ്രാർത്ഥിക്കുന്നില്ല, മാതാവേ എന്ന് മാത്രം വിളിക്കും, കൃപാസന മാതാവേ കാക്കണേ. ഞാൻ അവിടെ വരുമ്പോൾ, അതെന്നെന്ന് എനിക്കറിയില്ല, വരുമ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു.
2024 ജൂണിൽ എൻ്റെ മകളെ ഹയർ സ്റ്റഡീസിനായി ഇവിടെ ചേർക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വരാനിരിക്കുമ്പോൾ പെട്ടെന്ന് BP ഷൂട്ടായി തുടങ്ങി. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും ഇല്ലായിരുന്നു. BP ഷൂട്ടായപ്പോൾ അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നാട്ടിലേക്ക് പോകുകയല്ലേ, അവിടെ പോയി ഉള്ള ഡീറ്റെയിൽഡ് ചെക്കപ്പുകളൊക്കെ ചെയ്യൂ എന്ന്. അങ്ങനെ കോട്ടയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് കോട്ടയത്ത് വന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അവർ ത്രെഡ്മിൽ റിക്വസ്റ്റ് ചെയ്തു. ത്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ത്രെഡ്മില്ലിൽ നിന്ന് ഫെയിൻ്റായി താഴെ വീഴുകയും, അപ്പോൾ എൻ്റെ മകൾ മാത്രമായിരുന്നു ആ ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു, ഭാര്യ എവിടെയാണോ അല്ല നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ഒന്നും കേൾക്കാതെ പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, പുള്ളിയെ CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പേസ് മേക്കർ വെക്കണം, എത്രയും പെട്ടെന്ന് പേസ് മേക്കർ വെക്കാം, ഞങ്ങൾക്കതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ വെയിറ്റ് ചെയ്യ്, ഞാൻ ബഹ്റിനിലാണ്, ഞാൻ വരട്ടെ, വന്നതിന് ശേഷം പേസ് മേക്കർ വെക്കാവൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, വന്നോളൂ. അപ്പോൾ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. ഞാൻ നേരെ എൻ്റെ ഹോളിലേക്ക് പോയി. സോഫയുടെ അരികിലാണ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ അവിടെ വന്നുകൊള്ളാം, എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖങ്ങളും ഉണ്ടാകല്ലേ, മരുന്നാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങൾ മാത്രമേ കാണാവൂ, എൻ്റെ പപ്പ പോയി, എനിക്ക് വേറെ ആരുമില്ല, അപ്പോൾ എനിക്ക് ആശ്രയമായി നീ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എങ്ങനെ ഞാൻ കയറി വരും, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എങ്ങനെ കയറി വരുമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഡോക്ടർ, കഴിഞ്ഞ 18 വർഷമായി സഹോദരതുല്യനായി ഞാൻ കാണുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് നീ പൊക്കോളൂ. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഫ്ലൈറ്റിന് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ പരുമല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കൊണ്ടുചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, ആദ്യം നമുക്ക് എൻജിയോഗ്രാം ചെയ്യാം, ഞാൻ സസ്പെക്റ്റഡ് ആണ്, കാരണം പുള്ളിക്ക് ഹൈറ്റും വെയ്റ്റും അതേപോലെ ത്രെഡ്മിൽ പോസിറ്റീവാണ്. അങ്ങനെ OT-യിലേക്ക് കയറ്റുമ്പോഴും ഞാൻ ആ വാതിക്കലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ, ഒരു കുഴപ്പവും ഉണ്ടാക്കരുതേ. അത്ര മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുള്ളായിരുന്നു. അതിനുശേഷം ഡോക്ടർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ OT-യിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, ഇങ്ങി വരൂ, ഇവിടെ ഇരിക്കുക, ഇതൊരു മിറക്കിളാണ്, നിങ്ങൾ നോക്കൂ. ആസ് എ മെഡിക്കൽ ഞാൻ അവിടെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് സ്ക്രീൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ പുള്ളിക്ക് ഒരു ബ്ലോക്ക് പോലും ഇല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഞാൻ പോലും അത്ഭുതപ്പെടുന്നു, ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ വയ്യ, എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകുക, കാരണം നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രയാസമാണ്. ഡിസ്ചാർജായി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ആഗ്രഹവുമുണ്ട്, നോ എന്ന് പറയല്ലേ. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൃപാസനത്തിൽ എത്തിക്കണം, എനിക്ക് പോകണം. അങ്ങനെ ഞാൻ ജൂൺ മാസം അവസാനം ഈ കൃപാസനത്തിൽ വരികയാണ്. ആദ്യത്തെ ദിവസം എനിക്ക് ഉടമ്പടി എടുക്കാൻ നടന്നില്ല, കാരണം ലേറ്റായിപ്പോയി. ഞാൻ പിന്നെ ജൂലൈ 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എന്താണെന്നോ എങ്ങനെ പാലിക്കണമെന്നോ അറിയാത്ത ഞാൻ ഉറപ്പിച്ചു, എന്ത് വന്നാലും ഞാനത് പാലിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു. എൻ്റെ നിയോഗങ്ങൾ എഴുതാൻ എനിക്ക് മലയാളം എഴുതാൻ അത്ര അറിയില്ല, അതുകൊണ്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കുഴച്ച് എഴുതി വെച്ചു. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ നിയോഗങ്ങൾ അന്ന് എഴുതി. പക്ഷേ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമേ എന്നുള്ളതായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് റിക്കവറി പെതുക്കെ വന്നു തുടങ്ങി. ഞാൻ ഒരാളുടെ ഏണിങ്ങിൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയ പത്രം എൻ്റെ മാതാവിനോടോ എൻ്റെ ഹസ്ബൻഡ് അമ്മയോടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കൃപാസനത്തിലാണ് പോകുന്നത്, കാരണം എന്തെങ്കിലും നെഗറ്റീവ് പറയുമല്ലോ എന്ന് വിചാരിച്ച്. ഞാൻ ഈ പത്രം ആദ്യം കൊണ്ട് കൊടുത്തത് എൻ്റെ മമ്മിയുടെ കൈകളിലേക്കാണ്, കാരണം മാതാവല്ലേ, എൻ്റെയും അമ്മയല്ലേ, തടസ്സം വരില്ല. അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഇന്ന് എൻ്റെ മമ്മി ജീവിക്കുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കൂടെയാണ്. രാവിലെ ജപമാല കേട്ടില്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് വെപ്രാളമാണ്. യൂട്യൂബോ ഒന്നും മമ്മിയുടെ ഒരു പ്രശ്നമല്ല. 75 വയസ്സായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ മാതാവിൻ്റെ ധൈര്യമാണെന്ന് കൃപാസന മാതാവ്. അതേപോലെ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാനിന്ന് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നേടി. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമ്പോൾ കഴിവെന്താണെന്നോ എവിടുന്ന് വരുന്നതാണെന്നോ എന്നാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. നമ്മൾ പറയും എൻ്റെ മകൾക്ക് കഴിവുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കഴിവുണ്ട്, ഞങ്ങളിതെല്ലാം നേടി. പക്ഷേ ഇതൊന്നും കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ട് നേടേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാലങ്ങളെടുത്തു. കൃപയില്ലെങ്കിൽ ഈ നേടിയതെല്ലാം പോകും. അതേപോലെ തന്നെയാണ് എനിക്കും സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ഇവിടുത്തെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഞാൻ
സകല പോസിറ്റിവിറ്റി. എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും, നിങ്ങളുടെ ഫേസിന് ഭയങ്കര തിളക്കമാണല്ലോ, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പലരും എന്നോട് നെഗറ്റീവ് പറഞ്ഞു, കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ആരെയും നെഗറ്റീവ് കേൾക്കില്ല. രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ മാനസിക പ്രയാസമാണ്. ജപമാല മുടങ്ങാതെ ചൊല്ലിത്തുടങ്ങി. ജപമാല എന്താണെന്നറിയാത്ത ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. പള്ളികളിൽ പോയി തുടങ്ങി, കുർബാനയ്ക്ക് കൂടിത്തുടങ്ങി. എനിക്കിപ്പോൾ ഒരു എനർജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ പെയിൻ കില്ലറുകളും എടുത്തു മാറ്റി. ഇന്ന് എൻ്റെ ബാഗിലിരിക്കുന്നത് തൈലമല്ലാതെ പിന്നെ ഈ കാണുന്ന കൊന്ത രാവും പകലും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. ഇതുകൊണ്ട് ഞാൻ നേടിയതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്. അത് പക്ഷേ വേറെ എങ്ങും കിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതും ഇതുപോലെ തന്നെ മാറിയൊരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരനും ഹിന്ദു വിശ്വാസമാണ്, അവനും ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവനും അവൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. രോഗം മാറാനായി. രോഗം വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രയാസം. അത് മാറ്റാനൊരു ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അച്ഛൻ എപ്പോഴും പറയും മെറിറ്റ് അല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കഴിവിൽ അഹങ്കരിക്കരുത്. കഴിവൊന്നിനും ഒരു പ്രാധാന്യമുള്ളതല്ല. കൃപ തന്നെയാണ് വേണ്ടത്. ബലവും ദൈവത്തിൻ്റെ ദയയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പോകും. ഇതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു. ഞാനൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നിടത്തോളം ആ സ്ഥാപനം വലിയൊരു അക്രഡിറ്റേഷൻ എന്ന പ്രോഗ്രാമിൽ 92% എബവ് ഗവൺമെൻറ്റിൻ്റെ സാക്ഷനോടുകൂടി ഞങ്ങൾ പാസ്സായി. എൻ്റെ കാര്യങ്ങൾ, ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ പകുതി കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടി. ഇപ്പോൾ ഞാനിവിടെ നിയോഗം പറയുവാനോ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കുവാനോ വരാനിരുന്ന ആളല്ല. കാരണം എനിക്കിപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ചെറുതായിട്ടുണ്ട്. കാരണം വലിയ വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഓർക്കാപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ അമ്മ മരിക്കുന്നത്. കഴിഞ്ഞ 10-15 ദിവസമായി ഞാൻ അതിനുവേണ്ടി വന്ന ഞാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാതെ ഞാൻ തിരിച്ചു പോകില്ല, സാക്ഷ്യം പറയാതെ തിരിച്ചു പോകില്ല എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഈ പത്രങ്ങൾ, ബഹ്റൈനിൽ അറിയാവല്ലോ ഒരു മുസ്ലിം രാജ്യമാണ്, എങ്കിൽ പോലും പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. അതേപോലെ തന്നെ പാവങ്ങളായുള്ള മനുഷ്യർ റോഡ് സൈഡിൽ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ഇന്ത്യയിലാണ് പാവങ്ങൾ, അവിടെയൊക്കെ ഒത്തിരി പേര് റോഡ് സൈഡിൽ ആഹാരം കഴിക്കാനില്ലാതെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി പൊതിച്ചോറുകൾ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റുന്നിടത്തോളം, എല്ലായ്പ്പോഴും എന്നെക്കൊണ്ട് നടക്കില്ല, കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ് എപ്പോഴും. എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നെങ്കിലും വഴിയിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ വണ്ടി നിർത്തി ചോദിക്കും എന്താണ്, പുള്ളി ചോറ് മേടിച്ചു കൊണ്ട് കൊടുക്കും. കഴിവുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഏതൊരു സ്റ്റാഫ് എൻ്റെ അടുക്ക വന്ന് നെഗറ്റീവ് സംസാരിച്ചാലും ഞാൻ നെഗറ്റീവ് അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റായിട്ട് പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നേക്കാൾ കഴിയുന്ന അത്രയും രീതിയിൽ ഞാൻ എല്ലാവരോടും പറയും, വിഷമിക്കേണ്ട, കൃപാസനത്തിൽ പൊക്കോളൂ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. കുട്ടികളില്ലാത്തവർ വരുന്നുണ്ട്, മക്കളില്ലാത്തവർ ഒത്തിരി പേരുണ്ട് 10 വർഷങ്ങളോളമായിട്ട്. അവർ കരഞ്ഞു പറയും എൻ്റെ അടുക്കെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോകുമോ കൃപാസനത്തിൽ? പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും കൃപാസനത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അതിന് മാതാവ് വിചാരിക്കണം. മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളിൽ ഓരോ വ്യക്തികളും ഇവിടെ വരത്തുള്ളൂ. എൻ്റെ അടുക്കുന്ന് സ്റ്റാഫ് പറയും ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു വരും. തിരിച്ചു വരുമ്പോൾ അവർ വന്നിട്ടില്ല. എന്തേ പോകാഞ്ഞ്? നടന്നില്ല. അത് നടക്കില്ല. മാതാവ് വിചാരിക്കത്തോളം നമ്മൾക്കാർക്കും ഈ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുകുമാരനും അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദിയും മഹത്വവും ആരാധനയും. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക്, ജീവനോടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് രജനി യേശുദാസ്. ഞാൻ ചേർത്തല മരത്തോർ വട്ടം ഇടവകാംഗമാണ്. എനിക്കിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, കഴിഞ്ഞ ഓഗസ്റ്റ് 24 ലൈവായി നടന്ന ഉടമ്പടി പ്രാർത്ഥനയും 26 ടെലികാസ്റ്റ് ചെയ്ത അത് ഉടമ്പടിയിൽ നമ്മൾ യൂട്യൂബിൽ കാണാനിടയായ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുകയുണ്ടായി, കെ എന്ന ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തടസ്സങ്ങൾ, അതെന്ത് വിഷയമാണെന്ന് എനിക്കറിയില്ല എന്ന് അച്ഛൻ പറയുന്നു. അത് കർത്താവ് ആ തടസ്സങ്ങൾ മാറ്റുന്നതായിട്ട് കാണിക്കുന്നുള്ളെന്നുള്ള മെസ്സേജ് ജോസഫ് അച്ഛൻ ആ പ്രാർത്ഥനയിൽ പറയുകയുണ്ടായി. ആ 24-ാം തീയതി ഇവിടെ ആ പ്രാർത്ഥന ഉടമ്പടി ധ്യാനം ലൈവായി നടക്കുന്ന സമയത്ത് എനിക്ക് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്
അതായത് സെറ്റ് എക്സാം എന്ന് പറയുന്ന പരീക്ഷ നടക്കുകയാണ്. ആ എക്സാമിൽ കഴിഞ്ഞ 2021 മുതൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. നന്നായി പഠിച്ച് പലതവണ ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അത് നിയോഗമായിട്ട്. ഒരുപാട് വിഷമത്തോടെ ഞാൻ എഴുതിയ പരീക്ഷയാണ്. അങ്ങനെ അവസാനം എനിക്കിപ്പം പ്രതീക്ഷ അതിൽ ജയിക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഈ കഴിഞ്ഞ എക്സാമിന് ഞാൻ പോകുമ്പോൾ ഒന്നും ഞാൻ പഠിച്ചിരുന്നില്ല. തലേദിവസം ഞായറാഴ്ചയാണ് എക്സാം. ഞാൻ ശനിയാഴ്ച 5 മണിക്ക് എന്നാണ് എൻ്റെ ഹോൾ ടിക്കറ്റ് പോലും എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന് 5 മണിയായപ്പോൾ ഞാൻ പോയെടുത്തതാണ്. അന്ന് 24-ാം തീയതി എക്സാമിന് കയറുന്നതിന് മുന്നേ ആയിട്ട് ഒരു 8:30-ക്കോ 9 മണിക്കോ ഇടയ്ക്കുള്ളൊരു സമയത്ത് ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. ഇത് ഞാൻ ഇട്ടിട്ട് അമ്മയോട് ഞാൻ പറയുകയുണ്ടായി, അമ്മ ഇതിനെനിക്ക് അർഹതയില്ല ഇങ്ങനെ ചോദിക്കാൻ, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, എൻ്റെ ഭാഗം ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ട് ഞാൻ എന്നും ഞാൻ കുർബാനയ്ക്ക് വരുന്നതാണ്. കൃപാസനത്തിൽ ഞാനിവിടെ ഒരു 10 മിനിറ്റ് അകലത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എപ്പോഴും കുർബാനയ്ക്ക് എല്ലാ ദിവസവും 6:30-ക്കുള്ള കുർബാനയിൽ വരുന്നു. അപ്പോഴൊക്കെ എനിക്കിത് ഒരു വിഷമമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഒരിക്കലും ഞാൻ സെറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈശോയോടും അമ്മയോടുള്ള സ്നേഹം ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഫെയിലിയർ ആണെങ്കിലും എനിക്ക് ഒട്ടും സ്നേഹം കുറയാതെ നിൽക്കാനുള്ള കൃപ തന്നാൽ മതി. എനിക്കെന്നും ഇങ്ങനെ കുർബാനയ്ക്ക് ഇവിടെ വന്ന് നിൽക്കണം, അമ്മയോടും ഈശോയോടും പ്രാർത്ഥിക്കണം, ആ ഒരു കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്കൾ, ആ വചനവും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പരീക്ഷ എഴുതുകയുണ്ടായി. ക്വസ്റ്റ്യൻ എനിക്ക് വളരെ ഒട്ടും പരിചിതമല്ലാത്ത ചോദ്യങ്ങളാണ്. എന്താണ് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് മാത്രം ജയിക്കാവുന്ന, എപ്പോഴും ഞാൻ ജയിക്കും, പക്ഷേ ഫസ്റ്റ് പേപ്പർ അത് എഴുതുന്നവർക്ക് അറിയാം, പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 ജനറൽ പേപ്പർ, അതിൽ എനിക്ക് എപ്പോഴും പാസ് മാർക്ക് കിട്ടും. എൻ്റെ മെയിൻ പേപ്പറിൽ എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ഞാൻ ആ എക്സാമും വളരെ മോശം, 2 പരീക്ഷയും 2 ഉച്ചയ്ക്കത്തെ പരീക്ഷയും രാവിലത്തെ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമും വളരെ മോശമാണ്. ഈ ത്രൂ ഔട്ട് ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എനിക്കൊന്നും പഠിച്ച് ആ സമയത്ത് പഠിച്ചിട്ട് എന്തിനാ, ഇങ്ങനെ ഒരു ചിന്തയാണ്. ഇത് ധ്യാനം ഞാൻ 24-ാം തീയതിയിൽ ധ്യാനം ഞാൻ 26-ാം തീയതിക്ക് ശേഷം ഞാൻ കൂടുകയുണ്ടായി. അപ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് കെ എന്ന ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴെനിക്ക് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടായി. പിന്നെ പലതവണ ഞാൻ ഇവിടെ വന്ന് റിസൾട്ടൊക്കെ നോക്കി, അമ്മയുടെ നടയിലിരുന്ന് റിസൾട്ടൊക്കെ നോക്കി ഞാൻ കരഞ്ഞ് വിഷമിച്ചൊക്കെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കാര്യമായിട്ട് എടുത്തില്ല. എനിക്കിനി ഈ വിഷമം താങ്ങാൻ വയ്യാന്ന് അമ്മയ്ക്ക് അറിയാം. എൻ്റെ വിഷമങ്ങൾ നന്നായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും അറിയാം. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സാക്ഷ്യപേടകത്തിൽ ഞാൻ പലതവണ ഇവിടെ കുർബാന കഴിയുമ്പോൾ തലചായ്ച്ച് ഞാൻ കരഞ്ഞിട്ട് അമ്മയോട് പറയാറുണ്ട്, എനിക്ക് എന്നെ ഒരിക്കൽ സാക്ഷിയാക്കി ഈ സാക്ഷ്യപേടകത്തിൽ നിർത്തണേന്ന് ഞാൻ എന്നും എന്ന കണക്കിന് വരുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിവിടെ കുർബാന കഴിഞ്ഞ ഒക്ടോബർ മുതൽ കൂടുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയാറുണ്ട്, ഈ സാക്ഷ്യപേടകത്തിൽ എന്നെ ഒരു സാക്ഷിയാക്കി നിർത്തണമേ എന്ന്. അത് ഈ റിസൾട്ട് വന്ന് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തോക്കുമല്ലോ, അത് കാരണം ഞാൻ നോക്കിയില്ല, റിസൾട്ട് നോക്കിയില്ല. ഹോൾ ടിക്കറ്റ് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഓരോ ദിവസം ചെല്ലുന്നപ്പോൾ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കൊരു ബൈബിൾ തുറന്ന് ഒരു വചനം ഇങ്ങനെ ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയുടെ പേപ്പർ ഒന്നുകൂടെ എടുത്ത് നോക്കുമ്പോൾ ആ പേപ്പറിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിരുന്നു. ഇക്കാര്യമേ ഞാൻ മറന്നുപോയി. എനിക്ക് ആ ഹോൾ ടിക്കറ്റ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നോക്കുമ്പോൾ 48% മാർക്കോടുകൂടെ, 45 മതി ജയിക്കാൻ, 48% മാർക്കോടുകൂടെ ഈശോ കൃപയാൽ അമ്മ എനിക്ക് വേണ്ടി നേടിത്തന്ന വിജയമാണ്. കാരണം അത്രമാത്രം ഞാൻ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഞാൻ ഇതിൻ്റെ പേര് സഹിച്ചിട്ടുണ്ട്. എപ്പോഴും ആദ്യ സമയത്തൊക്കെ ഞാനിവിടെ കുർബാനയ്ക്ക് വരുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ തോരാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ശക്തി അമ്മ എനിക്ക് നേടി തന്നു എന്ന് പറയാനായിട്ട്. അടുത്തത് എൻ്റെ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഹൈസ്കൂൾ ടീച്ചർ ക്വാളിഫിക്കേഷനാണ്. അത് 2018 ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ അന്ന് വെക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്ന് ജയിച്ചിരുന്ന എക്സാമാണ്. അതും കംപ്ലീറ്റ്ലി ഞാൻ ഇതിന് മുന്നേ ഒരു സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് വെരിഫിക്കേഷൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഹാജരാകാൻ സാധിച്ചില്ല. പിന്നെ കോവിഡായി. അതിനുശേഷം ഞാൻ എൻ്റെ ഹൈസ്കൂൾ പോസ്റ്റ് പോവുകയും ഞാൻ UP-യിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ UP-യിൽ 2019 മുതൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇന്നോളം അതിൻ്റെ കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ ഞാൻ UP സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് സാലറി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പലവിധ വേദനകളുണ്ട് എനിക്ക്. കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ആരോട് പോയി ചോദിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ഭയം പോലെയാണ് അതിൻ്റെ കാര്യത്തിനകത്ത് കിട്ടുമോ എന്നുള്ളത്. പിന്നെ എനിക്കിപ്പോൾ അത്യാവശ്യമില്ല. എൻ്റെ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ഒരു കേസിൽ കിടക്കുന്ന പോസ്റ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം വെരിഫിക്കേഷൻ്റെ സമയത്ത് ഇവരെന്നോട് കേറ്ററ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോഴെൻ്റെ വിചാരം സെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് കാണിക്കാമല്ലോ എന്ന്, എന്നാൽ സെറ്റും കിട്ടുന്നില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ 2024 ഒക്ടോബറിൽ ഞാൻ ഹൈസ്കൂളിലേക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം മാറുന്നത്. ഹൈസ്കൂളിലേക്ക് ചെന്നു. അപ്പോഴും എന്തിനാ ഇങ്ങനെ പോയിട്ട്, ഇത് രണ്ടും ഇല്ല, ആരോട് പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കാകെ ഒരു ഭയം പോലെ ചെന്ന് ചോദിക്കാനും പറയാനും ഒക്കെ, ആരോട് തിരുവനന്തപുരത്ത് പോകാനും ഒക്കെ പേടി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് സെറ്റ് പാസ്സാകുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഇതും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ഓണത്തിന് മുന്നേ ആയിട്ട് ഞാൻ വന്നിട്ട് അമ്മയുടെ ഇവിടെ നിന്ന് അമ്മയുടെക്ക് സൈലൻ്റായിട്ട് പറയും, അപ്പുറത്ത് പോയി നിന്ന് ഇങ്ങനെ പിറുപിറുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വരും. അപ്പുറം അമ്മയുടെക്ക് ചെന്നിട്ട് ഞാനിങ്ങനെ ഒത്തിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഈ ഓണം കഴിയുമ്പോൾ എൻ്റെ ജോലി റിസൈൻ ചെയ്യും. അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര നാളായല്ലോ, ഒന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല, ഞാനിങ്ങനെ നടക്കുകയാണ്. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കറിയാം അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും, എൻ്റെ ഈശോയ്ക്കും പറ്റും. കാരണം ഞാൻ 2006 മുതൽ കൃപാസനത്തിൽ കാലൂത്തി അന്നേരം മുതൽ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടുത്തെ പഴയ കാലം മുതലേ പ്രേക്ഷിതയായിട്ടൊക്കെ വർക്ക് ചെയ്ത്, ഇപ്പം അമ്മയ്ക്ക് വയ്യ. അപ്പോൾ എനിക്കതെല്ലാം എൻ്റെ ഇവിടെ നിൽക്കാനുള്ള, എനിക്ക് ലൈക്ക് ഒരു തറവാട് പോലെ ഞാനിങ്ങനെ നിൽക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ഈശോയെ എൻ്റെ അമ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കിത് ചെയ്യാം. ഈശോ എന്നെ പക്ഷേ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്ന് എനിക്കറിയാം. അച്ഛൻ പറയുന്ന പോലെ നമ്മളിങ്ങനെ കുറേ പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥനയിലേക്ക് അടുത്ത് വരുമ്പോൾ കുറച്ച് നാൾ ഈശോ അങ്ങനെ നമ്മളിൽ നിന്നൊന്ന് ഒന്ന് ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയും, ഈശോ എനിക്കൊരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വരുന്നു, എനിക്ക് ആകെ പ്രഷർ, എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി, വർഷങ്ങളായി തുടങ്ങിയിട്ട്. ഞാനിതിങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാരണം, ഇതിലൂടെ കടന്നു വരുന്നതിനുള്ളൊരു കാരണമുണ്ട്. അപ്പോൾ അമ്മയോട് ഇതും ഞാൻ പറഞ്ഞിട്ട് പോയി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് വിളി വരുന്നു, ഞാൻ വെരിഫിക്കേഷന് ചെല്ലാം, എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് സാറിനോടൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ ഭയത്തോടു കൂടെ തന്നെയാണ് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് സാറിനോട് ഞാൻ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് ഇല്ല, എൻ്റെ കയ്യിൽ കയറ്റിട്ടില്ല. അപ്പോൾ സാറ് കാരണം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത്ര വർഷമായല്ലോ, ഇത്ര ഗ്യാപ്പായല്ലോ. പക്ഷേ സാറ് കർത്താവിൻ്റെ ഈ പരിശുദ്ധ അമ്മയുടെയും ഇടപെടലാൽ സാർ എൻ്റെ കൂടെ വന്നിട്ട് വേറൊരു സെക്ഷനിൽ കൊണ്ടുവന്ന് ആ മാഡത്തിന് എന്നെ പരിചയപ്പെടുത്തി എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം വരൂ, വെരിഫിക്കേഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ നന്നായി തന്നെ ഇവിടെ നിന്ന് ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ വെരിഫിക്കേഷന് ചെന്നു. അവിടെ ചെല്ലുമ്പോഴും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്ര വർഷമായപ്പോൾ അതിനെ കുറച്ച് എന്നോട് അവർക്കൊരു നീരസമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ പേപ്പറിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതും തിരുവനന്തപുരത്തേക്ക് പോയി, അവിടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ 11-ാം തീയതി ഞാൻ എൻ്റെ കേറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി. അപ്പോഴൊക്കെ എനിക്ക് ഇതെല്ലാം തരുമ്പോൾ ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് കംപ്ലീറ്റ്ലി എൻ്റെ കാര്യത്തിൽ ഈശോ എനിക്ക് വേണ്ടി ചെയ്തു തന്നതാണ്. കാരണം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നു ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് എപ്പോഴും എൻ്റെ സ്കൂളിൽ നിൽക്കുമ്പോൾ. പക്ഷേ എന്നോട് പറഞ്ഞു, പല പ്രാവശ്യം എന്നോട് വചനത്തിലൂടെ പറയാറുണ്ട്, ഇരട്ടി ഓഹരി ലഭിക്കുമെന്നു. എല്ലാം ഈ ഒരു കുറഞ്ഞൊരു സമയം കൊണ്ട് എനിക്ക് കേറ്ററ്റും സെറ്റും സർട്ടിഫിക്കറ്റിലേക്ക് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും എനിക്ക് ലഭിക്കുവാൻ ഈശോ ഇടയാക്കി. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. അടുത്തത് ഇതുമായിട്ട് റിലേറ്റഡായിട്ട് ഒരു 2007 ഞാൻ ഇവിടെ മരിയൻ തപസ് ഉണ്ടായിരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ പല തവണ മരിയൻ തപസ്സിൽ പങ്കെടുത്ത് കേരളത്തിൽ ബി.എഡിന് ലഭിക്കാനുള്ള മാർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ബ്ലൈൻഡ്ലി എൻ്റെ ഈശോയോട്, എനിക്കറിയാം എൻ്റെ ഈശോയെ, അതുകൊണ്ട് ഞാനിങ്ങനെ ഈശോയോട് പറയും, എനിക്ക് ബി.എഡിന് പോകണമെന്ന് ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നപ്പോഴും ഞാൻ നിയോഗത്തിൽ വെച്ചു, എനിക്ക് ബി.എഡ് പോകണമെന്ന്. ഇവിടെ കിട്ടില്ല എന്ന് എനിക്കറിയാം. എന്തോ ഒരു സാധനം പൊതിഞ്ഞ് ന്യൂസ് പേപ്പർ എടുക്കാറില്ല. ഞാനന്ന് കണ്ണൂരാണ്, അവിടെ ന്യൂസ് പേപ്പറൊന്നും എടുക്കാറില്ല, ഹസ്ബൻഡിൻ്റെ ജോലി അവിടെയാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ പീസ് വെറുതെ വന്നതാണ്. അത് ഞാൻ തുറന്നു നോക്കുമ്പോൾ മാഹിയിലൊരു കോളേജിലേക്കുള്ള അഡ്മിഷനാണ്. എനിക്ക് ഉള്ള മാർക്ക് വെച്ചിട്ട് അവിടെ ആ ഒരു റിസർവേഷൻ, നമ്മുടെ OBCയിൽ പെടുന്ന ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നു. അപ്പം ഞാൻ താമസിക്കുന്നതും കണ്ണൂരാണ്. എനിക്ക് മാഹിയിലേക്ക് അഡ്മിഷൻ റെഡിയാകുന്നു. അങ്ങനെ അതെൻ്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാലയളവിലുണ്ടായ എന്ത് സഹനങ്ങളെയും ഞാൻ ഇങ്ങനെ ഒരുപാട് ഇതിന് മുന്നേ ഉള്ള ഇങ്ങനെയുള്ള കൃപകൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പതറാതെ നിൽക്കും. എനിക്ക് പരിഹാസങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, പഠിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ അമ്മയോട് പറയും, ഈശോയോട് പറയും, എൻ്റെ കുറവുകളെല്ലാം
നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാമല്ലോ, ഞാൻ ഇവിടെ നിന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈ അമ്മയോട് ഈശോയോടും പറഞ്ഞു, എന്നെ ഈ നടുക്ക് നിർത്തണേ, കാരണം എനിക്ക് പറയാൻ ആരുമില്ല, എന്നെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല. ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല എനിക്ക് ഈ സാക്ഷ്യപേടകത്തിൽ നിന്ന് ഇത്രയും ഈ സാക്ഷ്യം ഇങ്ങനെ പറയാൻ സാധിക്കുമെന്ന്. കാരണം എൻ്റെ കണ്ണുനീരോടുകൂടെ എനിക്കറിയാം സാക്ഷ്യം ഒരിക്കലും ഞാൻ പറയുമെന്നുള്ളത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഓർക്കും എനിക്ക് കണ്ണുനീര് തോരാതെ ഈ സാക്ഷ്യം പറയാനാവില്ല എന്ന്. പക്ഷേ ഇപ്പോഴെന്നെ ഇവിടെ ഇങ്ങനെ നിർത്തുമ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കണ്ണുനീര് പൊടിയാതെ ഇത് ഇത്രയും ഇങ്ങനെ പറഞ്ഞു തരുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ പുറകിൽ നിന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അടുത്തതായി ഇതിപ്പോൾ ഇത്രയും കൃപകൾ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അടുത്തതായി എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ ഒരു എക്സ്റ്റേണൽ ഹെമറോയിഡ് അസുഖം ഉണ്ടായിരുന്നു. അതെനിക്ക് 3rd സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജും 2nd സ്റ്റേജും പോലും എനിക്ക് വന്നിട്ടില്ല. എനിക്കറിയില്ല ഇങ്ങനെ വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സർജറി ആവശ്യമാണെന്ന് ഡോക്ടർ പറയുകയും സർജറിക്ക് ചെല്ലുന്നു. മരുന്ന് ഇവിടെ അതിന് ആ സമയത്ത് തന്നെ അത് അസുഖം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിരുന്നു. അന്ന് ഞാൻ ഇത്രയും നാൾ ഇവിടെ വന്നിട്ടുള്ളതിന് അനുഭവിച്ച ഏറ്റവും വലിയ തിരക്കായിരുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ടു. എങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് പോയി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ സർജറിക്ക് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സർജറി ഒന്നും വേണ്ട, അഡ്മിറ്റാകാൻ ചെന്നതാണ് ഞാൻ. അങ്ങനെ ഒരു അവസ്ഥ. ഈ കഴിഞ്ഞിടയ്ക്ക് അടുത്തതായി എൻ്റെ അമ്മയുടെ ഒരു സാക്ഷ്യമാണ്. അമ്മയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തലഞ്ഞരമ്പിനൊരു തേയ്മാനം പോലെ കാണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ ഒരു പ്രായമായപ്പോൾ അത് സിവിയറായി കാണുമെന്നുള്ളൊരു വിചാരത്തിൽ തന്നെ വിഷമിച്ച് അമ്മയ്ക്ക് കൈവേദന വന്ന് MRI സ്കാനിങ്ങിന് കൊണ്ടിരുന്നു. സ്കാനിങ്ങിന് കയറുമ്പോൾ ഞാൻ അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഈ സ്കാനിങ് റിസൾട്ട് വരണേന്ന്. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ സ്കാനിങ് റിസൾട്ട് വന്നു. ഇത്രയും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന അമ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനിങ്ങനെ പൈസയൊന്നും എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പൈസ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചിന്ത തന്നെ എനിക്ക് അത് ആരെങ്കിലും സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ സ്കൂളിലെ കുട്ടികളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളാരെങ്കിലുമൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഉടുപ്പെടുത്താൽ ഞാൻ ഏതെങ്കിലും ഒരു കുഞ്ഞിനുള്ള ഡ്രസ്സിനുള്ള പൈസയും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് അത് ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ട് ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് അവിടെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പണം ഞാൻ കരുതി അവിടെയുള്ള രോഗികൾക്ക് കൊടുക്കുകയും പരിശുദ്ധാമ്മ ഉപ്പ് കൊടുക്കുകയും അമ്മയെപ്പറ്റി പറയുകയും സംസാരിക്കുകയും ഞാനിങ്ങനെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എപ്പോഴും വീടുകളിലാണ് കൊണ്ടു നടന്ന് ഞാൻ പേപ്പർ കൊടുക്കാറുള്ളത്. ഈ കുറഞ്ഞ നാളുകളായിട്ട് ഞാനിപ്പോൾ റോഡിൽ പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെയൊക്കെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എൻ്റെ ഈശോയുടെയും അമ്മയുടെയും സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ പേപ്പർ കൊടുക്കാറുണ്ട്. പിന്നെ കുർബാന ഞാൻ മുടങ്ങാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ ഇവിടെ എത്തിച്ചേർന്ന് കുർബാന മുടങ്ങാതെ കൂടാറുണ്ട്. കൂടാതെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാനും ശ്രമിക്കാറുണ്ട്. ഇത്രയും എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ കൃപകളും അതിനപ്പുറം ഞാൻ ആത്മീയമായിട്ടുള്ള എൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്നാലും എൻ്റെ ആവശ്യങ്ങളൊന്നും എനിക്ക് വരത്തില്ല. ഞാൻ അപ്പോഴൊക്കെ പറയുന്നത് എനിക്ക് ഉടമ്പടി പാലിച്ച് വിശുദ്ധിയിലേക്ക് എത്താനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു മാനസികാവസ്ഥ എന്നിൽ ഈശോ ഇത്രയും നാളിനുള്ളിൽ എൻ്റെ സങ്കടങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയെങ്കിലും അതൊന്നും ഇപ്പോൾ എൻ്റെ ഓർമ്മയെ പോലും ഇല്ല. എന്നെ അറിയുന്നവർ ചോദിക്കും എങ്ങനെ ഈ സങ്കടങ്ങളെയൊക്കെ അതിജീവിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്കതൊന്നും ഓർമ്മ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടും ഉള്ള ആ ഒരു കടപ്പാടിലും എന്നും എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക്